ഹായ് ഹായ് അടിപൊളി. ഹായ്, എല്ലാവർക്കും സുഖാണോ? ഞാൻ നിങ്ങളുടെ സ്വന്തം ഹർദിക് രാജ്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്പൂപ്പൻ വിളിച്ച് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ റംബൂട്ടാൻ പഴുത്ത് കിടക്കുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് വന്നതാണ് കേട്ടോ ഇവിടെ ഇടുക്കിയിലേക്ക്, മൂലമറ്റത്ത്. അപ്പോൾ ഇവിടെ റംബൂട്ടാനൊക്കെ നല്ലോണം പഴുത്ത് കിടക്കുന്നുണ്ട്. നമുക്കതൊക്കെ പറിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു മഴ പെയ്തതാ തിരിച്ചു വന്നിരിക്കുന്നു. ഇതാ ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി പറിക്കും. ഇതാ റെഡ് കളർ റംബൂട്ടാനാട്ടോ. നിങ്ങൾക്കും കാണുമ്പോൾ പറിക്കണം തോന്നൂലേ, തിന്നാൻ തോന്നുന്നുണ്ടല്ലേ? അയ്യോ, ഞാൻ തോന്നില്ല. ഇതാ എല്ലാവരും എടുത്തോളൂ, എല്ലാവരുടെയും കാട് തന്നെ തരാം. ഇതിന് തണ്ടിന് നല്ല കട്ടിയുണ്ട്. ഇത് പറിച്ചെടുക്കുമ്പോൾ കൈയൊക്കെ വേദനയാവുന്നു. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഓരോന്നോരോന്നായി പറിച്ചെടുക്കുന്നു കേട്ടോ. റംബൂട്ടാൻ നല്ല റെഡ് 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 കളറായിരുന്നു. ഇതാ ഞാൻ കണ്ടറിയാം. നോക്കിയേ എന്ത് റെഡാ. ഓ പോയാ. അതേ ഒരു കൊല കിട്ടി. ഇടുക്കിലൊക്കെ ഒളിച്ച് കിടക്കുകയല്ലേ. റെഡ് റെഡാ കളർ. അപ്പൂപ്പനില്ലേ എനിക്ക് ഫോട്ടോ ഇട്ടാന്ന് കേട്ടോ. ഇതിന്റെ റെഡ് കളർ ഞാൻ ആദ്യമായിട്ട് അത്രയും റെഡ് കളറിൽ കുറേ കാണുന്നു കേട്ടോ. അപ്പം എനിക്ക് തിന്നണം തോന്നി അങ്ങനെയാണ് കേട്ടോ ഇവിടെ വന്ന് പെട്ടെന്നൊരു തീരുമാനം എടുത്ത. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാവരും തീരുമാനം എടുത്തത്. എന്തിന് ഉറങ്ങി എണീറ്റം. ഇപ്പം നമ്മുടെ അപ്പൂപ്പ അവിടെ നിന്ന് പറിക്കുന്നുണ്ട്, കാണാം കേട്ടോ. നോക്കോ പൂപ്പ, ശ്രദ്ധിക്കണേ. വീണ്ടും ചാറ്റി മഴ അങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ അത് പറിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതാ വേഗം കയറി എല്ലാം പറിച്ച് തീർക്കാം കേട്ടോ. കുറേ ഉണ്ട്. ഇതൊന്നും തീരുമെന്നറിയില്ല. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പോകണമെന്ന് വിചാരിച്ചത്, വൈകുന്നേരം എന്തായാലും പോകാം. ഇതൊക്കെ നല്ല റെഡ് കളറാണ്. ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പാട്ടോ. അപ്പോൾ തണുപ്പായതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടെ, അല്ലെങ്കിൽ ഞാൻ വെക്കൂല. ഇതൊക്കെ പറിച്ച് ഞാൻ ക്ഷീണിച്ച്, അതുകൊണ്ടൊരു റംബൂട്ടാൻ കഴിക്കാം. ഞാൻ കഴിക്കുന്നുണ്ട്, നിങ്ങളുടെ നാവിൽ വെള്ളം വന്നല്ലോ എന്ന് പറയുന്നു. അപ്പം അതെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. നോക്കോ പറിച്ചെടുക്കുകയാണ്. ഇതിനാണെങ്കിൽ ഭയങ്കര ഉറപ്പ്. ഞാൻ എൻ്റെ എല്ലാ ശക്തിയും എടുത്ത് പറിക്കുക. എനിക്ക് ഒട്ടും ക്ഷമയില്ല. അയ്യോ, കിട്ടി ഗൈസ്. നല്ല വിളവിളങ്ങനെയുള്ള റംബൂട്ടാൻ. അപ്പം നമ്മൾ ഒരു ബക്കറ്റ് ഇവിടെ റംബൂട്ടാൻ പറിച്ച് തീർത്തു കേട്ടോ. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇനി കുറേ പറിക്കാനുണ്ട്. ഇനി അതുവഴി നമുക്ക് പറിക്കാം. അപ്പോൾ എനിക്ക് മതിയായപ്പോൾ അച്ഛനോടി കയറി വന്നിരിക്കുകയാണ് പറിക്കാം കേട്ടോ. ഇതെല്ലാം പറിച്ച് തീർക്കണം. അപ്പൂപ്പൻ ആ ഭാഗത്തുനിന്ന് പറിക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളും എന്താ റംബൂട്ടാൻ പിടിച്ച് നിൽക്കാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് റംബൂട്ടാൻ പോക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആരും കാണാണ്ട് തിന്നു. ഞാനിപ്പോൾ കുറേ റംബൂട്ടാൻ തിന്നു കേട്ടോ. ഇനി ഇതെല്ലാം പറിക്കാനുണ്ട്. ഇത് പറിച്ചു തരുന്നെങ്കിൽ കുറേ ടൈം. അപ്പോൾ നമ്മുടെ ഈ ബക്കറ്റും നിറയാനായിട്ടുണ്ട്. നീ അതോടി പറഞ്ഞാൽ ബാക്കിയുള്ള തുടങ്ങണം. അപ്പോൾ നല്ല തണുപ്പാട്ടോ ഇവിടെ. നേരത്തെ മഞ്ഞൊക്കെ വന്ന് മലേനെ മൂടിയ കണ്ടില്ലേ. ഇപ്പം മല ശാന്തമായി കിടക്കുകയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. ആ
മലയൊക്കെ നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ. സത്യം ഇവിടെ നിന്നൊക്കെ നോക്കിയാലും. നമ്മുടെ റംബൂട്ടാൻ ആരോ കട്ട് തിന്നുന്നുണ്ട്. കണ്ടോ? പകുതിയും കടിച്ചു പോയി. നീയാണോ? വവ്വാലോ? ഇവിടെ വവ്വാലില്ല. കോഴിക്കോടാണ് കൊറേ വവ്വാലുണ്ട്. അപ്പൂപ്പ മരത്ത് കയറിയിട്ടാണ് പറിക്കുന്നത്. നമ്മള് സേഫ് ആയിട്ടാണ് കേട്ടോ. അപ്പൂപ്പ സൂക്ഷിക്കണേ. ഉപ്പ ഏന് വെച്ചിട്ടാണ് കേട്ടോ കയറിയത്. ഇപ്പൊ രണ്ടാമത്തെ ബക്കറ്റും നിറഞ്ഞു കേട്ടോ. ഞാനത് അങ്ങോട്ട് ചിരിയട്ടെ. അപ്പൊ ഇത് ഭയങ്കര വെയിറ്റിലുകൊണ്ട് പൊക്കാൻ പറ്റുന്നില്ല. അതാ സൂര്യൻ ചേട്ടൻ വന്നു കേട്ടോ. ഇനി നമുക്ക് എന്താക്കി അങ്ങോട്ട് മറിച്ചിടാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചുതരാം. ഈ റംബൂട്ടാനൊക്കെ റെഡ് കളറല്ലേ? ഇതൊക്കെ ഇത് പഴുത്ത് വരുന്നുള്ളൂ. വീണ്ടും ഒരു ബ്രേക്ക് എടുത്തു. ഞാൻ കുറെ ഉള്ളതിനെ കൊണ്ട് തിന്നു തീർക്കാൻ ആരും ഇല്ലല്ലോ. അപ്പൊ ഇത് ഫുള്ള് മലപ്രദേശമാണ്, അറിയാലോ അല്ലേ? അപ്പൊ ഇവിടെ കുറെ കേറി വരാനുണ്ട് കേട്ടോ. മൂലമറ്റത്തുനിന്ന് ബസ് ഉണ്ട്. ഇവിടെ നിന്ന് ബസ്സിന് വാഗമണ്ണൊക്കെ പോകുമ്പോ നല്ല താഴ്ചയാണ് കേട്ടോ. കണ്ടാൽ തന്നെ പേടിയാവും. അപ്പൊ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ. കുറെ പേർക്ക് അറിയാട്ടോ. കുറെ മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ദൃശ്യമുണ്ട്. വേറെ പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞത് ഓർത്ത് പറഞ്ഞത്. കുഞ്ഞിക്കൂനുണ്ട് ഇവിടെ അടുത്ത് തന്നെ. ആ സിനിമ എടുത്ത സ്ഥലത്ത് ഞാൻ പോയി. ഏത് ആ പാട്ടിലെ ഡാൻസ് കളിച്ചിട്ടില്ലേ? വാസനി ലക്ഷ്മിയും പിന്നെ ഞാൻ അങ്ങനെ കുറേ സിനിമകള് 10-20 സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണ്. 10-20 സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് വേണം കോഴിക്കോടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? അറിയാ. അപ്പോൾ ആരൊക്കെ റംബൂട്ടാൻ ഇഷ്ടം? എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിലൊന്നാണ് കേട്ടോ റംബൂട്ടാൻ. റംബൂട്ടാൻ ഇഷ്ടമാണ്, സ്ട്രോബെറി ഇഷ്ടമാണ്, മാംഗോ ഇഷ്ടമാണ്, പൈനാപ്പിൾ ഇഷ്ടമാണ്, ഓറഞ്ച് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടാട്ടോ. കുറെ താഴേക്ക് പോയി. അമ്മ ആ റംബൂട്ടാൻ ആദ്യം പോയാ കണ്ടോ? തള്ളി ഇതൊക്കെ ഇങ്ങനെ വറക്കൂ. ഞാൻ മടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പൊളിക്കൂ. ഇങ്ങനെ പൊളിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ പൊളിച്ചിട്ട് സമയം ഉണ്ടാവില്ല, വേഗം പൊളിക്കുക. അങ്ങനെ എടുക്കും. എന്നിട്ട് തിന്നില്ല. പറ്റാത്തോ? ഞാനിപ്പോ പറയാന് കൊറേ റംബൂട്ടാൻ നിന്നു. ഈ മഴക്കാരൊക്കെ കുറെ വരുന്നുണ്ട്. അതിനു മുമ്പ് എല്ലാം തീർക്കണം. വലിച്ചെടുക്കുകയാണ് കേട്ടോ. കുറെ തലയിലൊക്കെ വീണു. ഞാൻ മടുത്ത്. ഇനി ബാക്കി അച്ഛൻ നോക്കിക്കോളും. അപ്പൂപ്പനും ഞാൻ കുറച്ചിരുന്ന് കഴിക്കട്ടെ. അല്ല, നല്ല പഴുത്ത് നോക്കിയെടുക്കണം. അമ്മ വീഡിയോ എടുത്ത് ക്ഷീണിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഒരു റംബൂട്ടാൻ മുറിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അമ്മയ്ക്ക് വലിച്ചെടുക്കാം. അതാ കൂടി നോക്കണേ.
ഒരു കഴിക്കുന്നത് ഒരിത് പറയാം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഇതിന് കുരു നോക്കണം. ഇതങ്ങനെ വായിലിടരുത് കേട്ടോ. ഇത് ഓരോന്നായി കടിച്ച് കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വായിലിട്ടാൽ കുരു തൊണ്ടേ കുടുങ്ങിയാൽ പിന്നെ പറയാലോ. അപ്പം ഇങ്ങനെ ഇടുന്നതാണ് സേഫ്. ഇത് കുഞ്ഞി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഇതങ്ങനെ കൊടുക്കരുത്. ഇതിങ്ങനല്ലേ, ഇതിങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതാണ് സേഫ്. അപ്പം നമ്മൾ ഇത്രയും പറിച്ചു കേട്ടോ. നമുക്ക് അച്ഛനൊരു ബ്രേക്ക് കൊടുത്താൽ. അച്ഛാ ഒരു റംബൂട്ടാൻ എടുത്ത് കഴിച്ചോ. അപ്പോൾ അച്ഛനും ബ്രേക്ക് ആക്കി കഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറേ കഴിച്ചു, സത്യം പറഞ്ഞു. ഒരു 20 ഒക്കെ കഴിച്ചിട്ടുണ്ടോ. പൊളിക്കാൻ ഭയങ്കര പാടാണ്. എൻ്റെ നഖമൊക്കെ വേദന, കൈയൊക്കെ. ഓ ഇതൊക്കെ നിങ്ങൾക്ക് തരാം. നമ്മളും കുറച്ച് പറിക്കട്ടെ. ദൂരത്തിലേക്കുള്ള അച്ഛൻ പറിക്കുന്നു ഒറ്റ വരി അടുത്തേക്ക് വന്നു കേട്ടോ. ഓ കാണാ കാണാ, നോക്കോ നോക്കോ. അപ്പൂപ്പ എവിടെയാലേ? ഇത് നോയിക്കൊള്ളൂ. റംബൂട്ടാൻ കണ്ടിട്ട് കഴിക്കാൻ തന്നില്ലേ? അപ്പം ഇത് വേണ്ടവർ പെട്ടെന്ന് കോഴിക്കോടേക്ക് വരും കേട്ടോ. കുറച്ചായിട്ടുള്ളൂ, വേഗം നിറച്ചോ. അതാണ് കുറേ റെഡ് കളർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഇട്. സൗണ്ട് ഉണ്ടാക്കില്ല. ശ്രദ്ധിക്കേ. ഇവിടെ ഇങ്ങനത്തെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ സൗണ്ട് വരുന്നത്. കാല് കുത്തി കയറ്റുവോ? പൂപ്പം പാവാട്ടോ. മേലെ കയറിയിട്ട് പറിക്കാണ് നമ്മൾക്ക് കൊണ്ടുപോകാൻ. അപ്പം ഇതിൻ്റെ കാൽ ഭാഗമേ നമ്മൾ പറിച്ചിട്ടുള്ളൂ. ബാക്കി ഫുള്ള് ഇവിടെ കിടക്കുന്നുണ്ട് പറിക്കാൻ മരത്തിൽ. അത് ഫുള്ള് കാടാല്ലേ അച്ഛാ? ആ കടുവ പുലിയൊക്കെ ഉണ്ടാവും. പിന്നെ എന്ത് കാടാ? ആ കാടല്ല, ഇടുക്കിയിലാണ് മറ്റേ ഫോറസ്റ്റ് ഉള്ളതല്ലേ. അങ്ങോട്ട് നോക്കിയാൽ കാണാൻ ചെറിയൊരു വെള്ളം വരുന്ന പോലെ. പക്ഷെ ഇവിടെ നോക്കിയാൽ അത് അടങ്ങുന്ന പോലെ കാണില്ല. അത് ശരിക്കും വെള്ളം സ്റ്റാർട്ട് കേട്ടോ. റെയിൻഫോൾ. എൻ്റെ ഈ കൈ ഭയങ്കരമായിട്ട് വേദനയുണ്ട്. ഇനി വീട്ടിലെത്തിയാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ട്രെയിനൊക്കെ കയറി പോകണ്ടേ. ഇവിടെ കാന്താരി മുളകൊക്കെ കുറേ പറിച്ചെടുക്കാറുണ്ട്. കാന്താരി മുളക് അറിയാലോ, കൊളസ്ട്രോളിനൊക്കെ നല്ല സാധനം. കൊളസ്ട്രോൾ അയ്യോ ചേ, അത് കൊഴുപ്പൊക്കെ കുറയാൻ നല്ലതാ. അതൊന്നും എടുക്കണ്ട. കടിച്ചത് തൊടണ്ട, അല്ലാത്തൊക്കെ പിന്നെ എന്റെ ഉള്ളിലുള്ള കഴിക്കുന്നുള്ളൂ അല്ലേ. ചെറിയ ഡാമേജ് എല്ലാം കഴിക്കണ്ട.
വേണ്ട, നല്ലത് എത്ര കിടക്കുന്നു. തലയിലെന്തോ തലയിലെന്തോ പോയാ. അപ്പം അടുത്ത മഴ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ പെറുക്കി ബക്കറ്റിലാക്കി. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് പോകാനുള്ള ടൈമായിട്ടോ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കേരളത്തിലും തമിഴ്നാട്ടിലും എനിക്ക് കമൻറ്റിലൂടെ കുറേ സ്നേഹം അറിയിക്കുന്നുണ്ട്. തിരിച്ചും എനിക്ക് കുറേ സ്നേഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ സ്നേഹിക്കുന്നതൊക്കെ ഇനിയും നമ്മളുടെ ഫാമിലിയിലേക്ക് വരിക. നമുക്ക് നമ്മുടെ ഫാമിലി ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം. എൻ്റെ യൂട്യൂബ് ചാനൽ ഹർദിക് രാജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ലവ് യു. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.